ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം കേരളത്തിൽ അടുത്ത കാലത്ത് സജീവ ചർച്ചയായ വിഷയമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബ്ദുൽ ഓല മദൂദിയുടെ ആശയമാണ് മതരാഷ്ട്രവാദം. അത് ഉയർത്തിപ്പിടിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമികൾ, അവരുടെ അനുയായികൾ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ മതരാഷ്ട്രവാദത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മൗദൂദിയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നാണ് കാലത്ത് ഒരു വാർത്താ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ പി മുജീബ് റഹ്മാൻ പറഞ്ഞത്. ഇത് സത്യമാണോ? സത്യമല്ല എന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറാണ്. SYSന്റെ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. വെറുതെ തള്ളിപ്പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ആ പുസ്തകങ്ങൾ എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പാഠപുസ്തകങ്ങളിൽ ഇപ്പോഴും മതരാഷ്ട്രവാദമുണ്ട്, മൗദൂദിയുണ്ട്, എന്തുകൊണ്ട് തള്ളിപ്പറയുന്നില്ല, അത് പിൻവലിക്കുന്നില്ല എന്ന ചോദ്യമാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉയർത്തിയത്. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി പുതിയ അടവ് എടുത്തിട്ട് ഞങ്ങൾ അബുൽ മൗദൂദിയുടെ അനുയായികളല്ല എന്ന് പറയാൻ അവർ നിർബന്ധിതരായി. ഇത് വെറും നാടകമാണ്, തള്ളിപ്പറഞ്ഞത് ഒരു നാടകമാണ്. വിമർശനം വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഈ തള്ളിപ്പറച്ചൽ എന്നതിൻ്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ മതി. ആ വെബ്സൈറ്റിൽ അങ്ങോളം ഇങ്ങോളം മൗദൂദിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ സ്ഥാപകനായ ഹാജി സാഹിബ് എന്നറിയപ്പെടുന്ന VP മുഹമ്മദ് അലി, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ സ്ഥാപിക്കുന്നതിന് മുമ്പ് മൗദൂദിയെ കാണുന്നുണ്ട്, പത്താൻകോട്ടിൽ പോയി കണ്ട് സംസാരിക്കുന്നുണ്ട് എന്നത് ഈ വെബ്സൈറ്റിൽ കൃത്യമായും പറഞ്ഞു വെക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രത്തിൽ 1941 അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി അംഗമായി എന്ന് പറയുന്നു. അത് പത്താൻകോട്ടിലേക്ക് യാത്ര പോവുകയും എന്ന് വെച്ചാൽ മൗദൂദിയുടെ അടുത്തേക്ക് യാത്ര പോവുകയും മൗദൂദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അതൊരു സാഹസിക യാത്രയായിരുന്നു എന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത്. പത്താൻകോട്ടിൽ 2 വർഷം ഹാജി സാഹിബ് താമസിച്ചു. ആ താമസിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങൾ, ഇസ്ലാം മതം, രക്ഷാസരണി എന്നീ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നത്. ആ പുസ്തകങ്ങൾ കേരളത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തക പ്രകാശന വിഭാഗമാണ്. വളരെ കൃത്യമായും പറഞ്ഞു വെക്കുന്നു. എന്ന് വെച്ചാൽ മൗദൂദി തന്നെയാണ് ഞങ്ങളുടെ നേതാവ്, അദ്ദേഹം തന്നെയാണ് ഞങ്ങളെ നയിക്കുന്നത്, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പിന്തുടരുന്നത് എന്ന് വെബ്സൈറ്റിൽ കൃത്യമായും പറഞ്ഞു വെക്കുക. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ മൗദൂദിയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മൗദൂദിയുടെ എല്ലാ ആശയങ്ങളും പിൻപറ്റുന്നവരല്ല, ഞങ്ങൾക്ക് മതരാഷ്ട്രവാദം എന്ന ചിന്തയില്ല, ഞങ്ങളുടെ ആശയത്തിൽ അതില്ല എന്ന് പറയുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇരട്ടത്താപ്പ് എന്ന്, കപടവേഷം ധരിക്കുന്നവർ എന്ന് പറയേണ്ടി വരും ജമാഅത്തെ ഇസ്ലാമിയെ. ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യമുണ്ട് കേരളത്തിൽ മുസ്ലിം കൂട്ടായ്മ ഉണ്ടാക്കുക, അവരെ വർഗീയമായി സംഘടിപ്പിക്കുക. അങ്ങനെ ഒരു മുസ്ലിം കൂട്ടായ്മ ഉണ്ടാക്കി അത് എല്ലാ മുസ്ലിം സംഘടനകളെയും ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം കൊടുക്കുന്ന സുന്നി വിഭാഗം അതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം സമസ്തയും മുജാഹിദും അടക്കമുള്ള സംഘടനകൾ ആ കൂട്ടായ്മയിലുണ്ട്. ആ കൂട്ടായ്മ അതുപോലെ UDFനെ പിന്തുണയ്ക്കുകയാണ്. അങ്ങനെ UDFനെ അധികാരത്തിലെത്തിക്കണം, അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. എന്തിനു വേണ്ടി? അവർക്ക് അവരുടേതായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അങ്ങനെ ഒരു UDF സർക്കാരിനെ കേരളത്തിൽ അധികാരത്തിലെത്തിച്ചാൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിലൂടെ അവർക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കാം. ഇതാണ് ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പരസ്യമായി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനോടൊപ്പം ചേരുന്നു VD സതീശനും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും എന്നതാണ് ദുഃഖകരം. അത് കേരളത്തിന് വിനാശകരമായിരിക്കും എന്ന മുന്നറിയിപ്പാണ് കേരളം നൽകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സഖ്യം ഉണ്ടാകുന്നത് അപകടകരമാണ്. മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചിട്ടില്ല, മൗദൂദിയെ ജമാഅത്തെ ഇസ്ലാമി തള്ളിപ്പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇപ്പോഴും വെബ്സൈറ്റിൽ അതുപോലെ കിടക്കുന്നുണ്ട്, ചിത്രങ്ങൾ സഹിതം എന്നുകൂടി ഓർക്കണം. എന്നിട്ട് പുറത്തിറങ്ങി വെറുതെ കള്ളം പറയുന്നു, നാടകം കളിക്കുന്നു, എന്തിനു വേണ്ടി എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതാണ് കാന്തപുരം ആദ്യം പൊളിച്ചു കൊടുത്തത്. ഇപ്പോഴത്തെ വെബ്സൈറ്റിലെ വിവരങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നു.